ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു കിച്ചൺ ടിപ്പും ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗ്യാസ് ബർണറൊക്കെ ദാ ഇതേപോലെ കരി പിടിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അധികം പ്രയാസമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാമേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഒരു ബർണർ എടുത്ത് ദാ ഇതേപോലെ ഒരു വലിയ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനോ ഒരു നാരങ്ങയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് നമ്മൾ ഇന്ന് ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ദാ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബർണർ മുങ്ങി നിൽക്കുന്ന തരത്തിൽ തന്നെ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ചാറ് മുഴുവനും ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തം ആ ഒരു നാരങ്ങ കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ അതിൽ മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഗ്യാസ് ബർണറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എന്താണ് എല്ലായിടത്തും 3 ബർണറും 4 ബർണറും ഒക്കെ ഉള്ള ഗ്യാസ് സ്റ്റൗ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കറിയാം മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലോണം തേച്ചൊരച്ച് കഴുകി എടുത്തുകൊണ്ട് ഇത് വൃത്തിയാക്കാനല്ലേ. അപ്പോൾ ഇത് നമുക്ക് അധികം പ്രയാസമൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ നാരങ്ങ നാരങ്ങ കംപ്ലീറ്റ് അതിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇനോ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ നമുക്കങ്ങ് തട്ടി കൊടുക്കാം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ നമുക്കിങ്ങനെ തട്ടിയിട്ട് കൊടുക്കാമേ. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തട്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഇതേപോലെ നമുക്കിതങ്ങ് വച്ചേക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി. ആ 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാമേ. ഓക്കെ. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ ഇതാ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കരിയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. കണ്ടോ. നമ്മളിതാ ചെറുതായിട്ടൊന്ന് തൊടുമ്പോൾ തന്നെ ഇതാ കരിയെല്ലാം നല്ലോണം റിമൂവ് ആയി പോകുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കരിയെല്ലാം ഇതാ കണ്ടല്ലോ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സ്ക്രബ്ബറും നമ്മുടെ ഡിഷ് വാഷും ഏതെങ്കിലും ആണ് കേട്ടോ. ലിക്വിഡ് വേണം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. വളരെ നമ്മൾ നല്ല ബലം കൊടുത്തൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഇതിലുള്ള എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലോണം പോയി തന്നെയാണ് ഇരിക്കുന്നത് കരിയൊക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡിഷ് വാഷും സ്ക്രബ്ബറും വെച്ച് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് തേച്ച് കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ് നമ്മുടെ കരിയെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നമ്മൾ മുൻപൊക്കെ ആണെങ്കിൽ ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് നല്ലോണം തേച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. പക്ഷേ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ഗ്യാസ് ബർണറൊക്കെ ഇങ്ങനെ കരി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് തീയൊന്നും കറക്റ്റായിട്ട് കത്തില്ല. അതുകൂടാതെ ഒരുപാട് ഗ്യാസ് നമുക്ക് എന്താവും ചിലവാകും അല്ലേ. പെട്ടെന്ന് നമ്മുടെ ഗ്യാസൊക്കെ തീർന്നു പോകും. ഇന്നത്തെ ഗ്യാസിൻ്റെ വിലയ്ക്ക് നമ്മളൊക്കെ എല്ലാവരും അത് കണക്കാക്കി കുറേശ്ശെ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പം ഈ ഗ്യാസ് ബർണറൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. വലിയ ചിലവുള്ളതൊന്നുമല്ല. ഒരു നാരങ്ങയും നമുക്കൊരു ഇനവും മാത്രം മതി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനവും നാരങ്ങയും കൂടെ ഉള്ള സൊല്യൂഷൻ സൂപ്പറാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് കരി പിടിച്ചിരിക്കുന്ന എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഗ്യാസ് ബർണറിന് മാത്രമല്ല, എല്ലാ സാധനവും നമുക്ക് ഇതേപോലെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ അകത്തോട്ട് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന ആ കരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഇതിൽ തന്നെ പോയി കിട്ടും. നമ്മൾ അതെല്ലാം ഇട്ട് 2 മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കരികളെല്ലാം കംപ്ലീറ്റ് നമുക്ക് മാറി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്ക്രബ്ബറും ഡിഷ് വാഷും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ അത്യാവശ്യമൊക്കെ നമ്മുടെ എല്ലാം പോയിട്ടുണ്ട് അല്ലേ. കണ്ടല്ലോ നമ്മുടെ അകംഭാഗമൊക്കെ ഇതേപോലെ കരി പിടിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഒരു ദിവസം ഫുള്ളൊന്നും നമ്മൾ വെള്ളത്തിൽ ഇട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 മണിക്കൂർ നമ്മുടെ നാരങ്ങയും ഇനവും കൂടെ ഇട്ടിക്കുക, കംപ്ലീറ്റ് അങ്ങ് തേച്ച് കളയുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്ക്രബ്ബർ നമ്മുടെ ബർണറൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വേറൊരു വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ വേറെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ നമുക്ക് ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഡിഷ് വാഷും സ്ക്രബ്ബറും വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കംപ്ലീറ്റ് നമ്മുടെ ഇതൊന്ന് ക്ലീൻ ആയി കിട്ടുവേ. ഇതേപോലെ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വലിയ ടൈമൊന്നും വേണ്ട. ഞാനിപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ മുൻപോട്ടൊക്കെ ഒരുപാട് വീഡിയോസും നമ്മുടെ ഈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പൊ ദാ നമ്മുടെ ബർണർ ഞാൻ കംപ്ലീറ്റ് എല്ലാം എന്താണ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറൊരു വെള്ളം എടുത്തു, അതിൽ വെച്ച് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ദാ ഒരു ടവലെടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ആദ്യം ഇരുന്ന നമ്മുടെ ബർണർ എങ്ങനെയാണ് ഇരുന്നത്, ഇപ്പൊ നമ്മുടെ ബർണർ എങ്ങനെ ഇരിക്കുന്നു, കംപ്ലീറ്റ് പോയില്ലേ. അപ്പൊ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ.